എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം നമ്മളൊന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയതാണ്. നോർമലി ഇവിടുത്തെ വിഷുവൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും നമ്മൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ വഴി പോകുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. സൈഡിൽ കൂടെ പടക്കത്തിൻ്റെ കടയും പിന്നെ വിഷുച്ചാന്തിയും ഒക്കെ കാണാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ രാമമംഗലം എത്തി. രാമമംഗലം പുഴ കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും പാടമൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അതിൽ കൂടെയാണ് നമ്മളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മാമനും മാമിയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. മാമൻ നമുക്ക് ഫ്രഷായിട്ട് ചെത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇവിടെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒന്നുമല്ല, നമുക്ക് ഇതേപോലെ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടായ സാധനങ്ങളൊക്കെ തന്നിട്ടായിരിക്കും മാമൻ നമ്മളെ വരവേൽക്കുന്നത്. മാത്രമല്ല മാമന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പപ്പായ കഴിച്ചിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് തരുന്നത്. അതൊരു ഫുൾ പപ്പായ, ഒരു ഹാഫ് പപ്പായ മുറിച്ചിട്ട് ഇതേപോലെ നമുക്ക് തിന്നാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ജ്യൂസി ആയിരുന്നു. അത് കഴിച്ചു തീർക്കാൻ തന്നെ കുറേ പാടും കിട്ടും. ഇത് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വിശപ്പൊന്നും അറിയത്തില്ല. അങ്ങനത്തെ രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കപ്പയും പിന്നെ ഇത് മാമൻ്റെ കമ്പോസ്റ്റാണ്. ഇത് മാമന് മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. മാമൻ ഇവിടെ മികച്ച ജാതി കർഷകനൊക്കെ ആയിരുന്നു. ജാതിത്തോട്ടം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മാമൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പിന്നെ വർക്കൊക്കെ വേറെ ആയതുകൊണ്ടിട്ട് അധികം ശ്രദ്ധ പറമ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറമ്പൊക്കെ കാണിക്കാനായിട്ട് അവരെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ മുകളിലേക്ക് കുറേ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ആ പനയുടെ ചെത്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പറമ്പൊക്കെ നോക്കാനായിട്ട് പോയതാണ്. ഇപ്പോൾ കാട് കയറി ആകെ മോശമായിട്ട് കിടക്കുക. ശരിക്കും അവിടെ കാണാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവരെ കൂട്ടി പിന്നെ താഴത്തേക്ക് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ താഴെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ജാതിക്ക് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കണ്ടത്. അപ്പോൾ ജാതിക്ക് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ഇത് പൊട്ടിയിട്ട് ഈ റെഡ് കളർ പുറത്തേക്ക് കാണാൻ പറ്റും. അതെന്നിട്ട് തോട്ടിയും കൊണ്ടിട്ട് നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം കുറച്ചായി കഴിയുമ്പോൾ മാമൻ ഇതുകൊണ്ട് വിൽക്കും. അപ്പം അത് അത്യാവശ്യം കാശുള്ളതാണ്. എനിക്ക് ഈ നട്ട്മെഗിൻ്റെ ഇത് ഇഷ്ടമുണ്ടോ? കാര്യം അത് പല കുക്കിംഗ് റെസിപ്പീസിന് നമ്മൾ എടുക്കുന്നതാണ്. അപ്പം ഞാനതിടയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. മാമിയുടെ സ്പെഷ്യൽ ബീഫല്ല, പോർക്ക് ഫ്രൈ ആണത്. അടിപൊളിയായിട്ട് മാമി ചെയ്യും. മാമി ഒരു അങ്കമാലിക്കാരിയാണ്. ഇവിടെ ഒരു മറ്റേ പുകയില്ലാത്ത അടുപ്പുണ്ട്. അതും പണ്ടത്തെ ഉണ്ടോ. ഈ വീട് ഓൾമോസ്റ്റ് ഒരു 50 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ നെക്സ്റ്റ് കാര്യമായിട്ട് ചെത്തുകൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം മധുരമൊക്കെ ഉള്ള കളറാണ് കേട്ടോ. കാര്യം ഇതിൽ കലർപ്പൊന്നും വരുന്നില്ല. നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നതായത് കൊണ്ടിട്ട് നല്ലതായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ മച്ചാണ്. പണ്ട് നമ്മളിവിടെ ആൾക്കാർ കൂടിക്കഴിയുമ്പോൾ സ്ഥലം ഇല്ലാത്തത് കൊണ്ടിട്ട് പിള്ളേർ സെറ്റ് ഫുള്ള് മച്ചിൻ്റെ അവിടെയായിരുന്നു ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിൽ കൂടെ ഞാൻ പല പ്രാവശ്യം ഉരുണ്ട് വീണിട്ടൊക്കെ ഉണ്ട്. കാര്യം അതിൽ പിടുത്തമൊന്നുമില്ല. ഇത് മഞ്ഞൾ ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ യൂഷ്വലി നെല്ല് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മച്ചിൻ്റെ മുകളിലുള്ള ഒരു വലിയ പെട്ടിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം പഴക്കമുള്ള നെല്ലാണ്. അവർ അരിയായിട്ട് തന്നെയാണ് വാങ്ങുന്നത്. നമ്മൾ പാട്ടത്തിന് കൊടുത്തുകൊണ്ടിട്ട് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇത് വലിയ മുറങ്ങളാണ് കേട്ടോ. പണ്ട് നമ്മൾ നെല്ലൊക്കെ ഉണക്കാനായിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു കോരി പോലത്തെ ഒരു സാധനമായിരുന്നു. പണ്ടമ്മ അവിടെ തേവ് എന്നൊക്കെ പറയും. ഇത് ചെറിയൊരു ടെറസാണ്. അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഇപ്പം മാമൻ റംബൂട്ടാനും പിന്നെ അത് കൂടാതെ ലൊല്ലോളിക്കയും മുള്ളാത്താന്ന് പറഞ്ഞിട്ട് ഒരു കായം കൂടെ ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. മുള്ളാത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലഷി ആയിട്ട് നമ്മുടെ സീതപ്പഴത്തിൻ്റെയൊക്കെ കുറച്ചും കൂടെ വലിയ വെർഷനാണ്. സീതപ്പഴത്തിൻ്റെ അത്രയും എനിക്ക് തോന്നുന്നില്ല ചെറുതാണെന്ന്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലഷ് ആയിരിക്കും. അതിൻ്റെ കുരുവും അത്യാവശ്യം വലുതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായി നിൽപ്പുണ്ടോ 1-2 എണ്ണം. ഇതിപ്പോൾ അതിൻ്റെ ചെറിയൊരു തൈ ഉണ്ടായത്. അപ്പോഴേക്കും നമുക്ക് ഉച്ചയൂണിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിലാണ് നമ്മളിവിടെ ഫുഡ് കൊടുത്തത്. എന്നിട്ട് പിന്നെ അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ മാമി പാവയ്ക്ക ഒരു മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ് ഇപ്പോഴും
ചില ഐറ്റംസ് ഒക്കെ മാമൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട്, പിന്നെ അത് കൂടാതെ പയറൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് മതിയായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് നടത്തിക്കാൻ കൊണ്ടാന്ന് വിചാരിച്ചു നമ്മൾ പാടത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പാടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അത്യാവശ്യം നടന്ന് പോകണം. ഇപ്പോൾ കാർ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് അവരും പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നടക്കാമെന്ന് പറയും, നമ്മളങ്ങ് നടന്നു കേട്ടോ. നടന്ന് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ഇത്രയും ദൂരം നടക്കാനുണ്ടോ എന്നുള്ളൊരു സെറ്റപ്പിലായിപ്പോയി. അപ്പോൾ ഈ ഒരു വഴിയിൽ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. അപ്പോൾ എനിക്കും അനിയത്തിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ ഓൾമോസ്റ്റ് പരിചയമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ കൂടെ അല്ല നമ്മൾ നോർമലി പാടത്ത് പോകുന്നത്, വേറൊരു വഴിയാണ്. പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വഴിയിലേക്ക് പോകുന്നത്. ഇവരാരും അങ്ങനെ പാടത്ത് ഇറങ്ങി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിച്ചു എന്തായാലും കളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പാടല്ല, ഇവിടെ ഫുൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. മാത്രമല്ല ഇതിപ്പം ഇത്തിരി മഴയൊക്കെ കിട്ടിയത് കൊണ്ടിട്ടാണ് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് പച്ചപ്പോടെ കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഡ്രൈ ആയിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത്. നേരത്തെ ഞാൻ വന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ താഴെയും വേറെ 1-2 കണിവെള്ളരിയൊക്കെ പോലെ തോന്നിക്കുന്ന വെള്ളരിയൊക്കെ ഇവിടെ മുളച്ചിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ സുഖമായിട്ടൊന്നുമല്ല നിൽക്കുന്നത്, ഇപ്പൊ ചീഞ്ഞു പോയത് എന്തോ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ആ താമരപ്പാട് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഇതായി നിൽക്കുക. രാവിലെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് പൂക്ക് പറിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഒരു ഇത്തിരി മുരടിച്ച പോലെയൊക്കെ നിൽക്കുന്നു ഇപ്പം. രാമങ്കലത്തെ താമരപ്പാടാണ് കേട്ടോ ഇത്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊയ്ത്തൊന്നും കഴിഞ്ഞാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊയ്ത്ത് ഫുള്ള് കഴിഞ്ഞ് പാടത്ത് അതാ ഈ ഉണ്ടായിരിക്കുന്ന ഫുള്ള് നെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്ത് പോയി കഴിഞ്ഞിട്ടുള്ള പതിരൊക്കെ ഇല്ലേ, അതൊക്കെ വീണ് മുളച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഈ ഒരു കളറിൽ കിടക്കുന്നത്. നല്ലോണം ഇപ്പോൾ ഒരു മഴയൊക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ മുളച്ച് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ കരിഞ്ഞ് ഉണങ്ങി ആ ഒരു പരുവത്തിലായിരിക്കും കിടക്കുക. കാര്യം ഇത് ഏപ്രിൽ മാസമാണല്ലോ, അപ്പോൾ പൊതുവെ ചൂടായിരിക്കും. ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു ഉണങ്ങിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇപ്പം ഇത്രയും താന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉച്ച സമയമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ടൈമിൽ ഇവിടെ വരാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ തണലും പിന്നെ വലിയ കാര്യമായിട്ട് വെയിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് നമുക്ക് വരാൻ പറ്റിയത് തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ താമര നന്നായിട്ട് വിടർന്ന് ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമുക്ക് പറിക്കാൻ ഇപ്പോഴും പറ്റത്തില്ല, കാര്യം ദൂരെയാണ് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിലും 1-2 എണ്ണമൊക്കെ അടുത്തുള്ളൂ. അറ്റത്ത് നിൽക്കണൊക്കെ വേണമെങ്കിൽ പറയുന്നത്. പക്ഷെ അത് മണിയാണ്. കിച്ചുവിന് നീന്തലറിയാറുണ്ടെങ്കിൽ ഇറക്കാറുണ്ട്. ചെളിയാ കിച്ചു, ഭയങ്കര ചെളിയാ. പിന്നെ ഉണ്ടാകാം. താമരയൊക്കെ ഇങ്ങനെ ചാലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചാലിൻ്റെ തന്നെ ആ ഒരു മത്സ്യസമ്പത്തും പിന്നെ വെള്ളമൊക്കെ പോവും എന്നാണ് ഇവിടുത്തെ ഉള്ള കർഷകർ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ പശുവിനെ തീറ്റിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ചാലിലേക്ക് ഇറങ്ങുവാണെങ്കിൽ കൂടുതലും ചേറും പിന്നെ അത് കൂടാതെ അവിടെ ചൊറിയും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളാരും ഇറങ്ങണ്ടെന്ന് നമ്മൾ ഉപദേശിച്ചിട്ടാണ് പോയത്. പിന്നെ അത് ചൊറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ചെളിയിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തണ്ടും ഇലയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ചൊറി പോലെ എന്തെങ്കിലും വരുമായിരിക്കും, എനിക്കറിയില്ല. പുള്ളി നമ്മുടെ അടുത്ത് അങ്ങനെ ഉപദേശിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സാഹസമൊന്നും കാണിച്ചില്ല. സൈഡിലൊരു തോട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് താമരപ്പൂ പറിക്കാനായിട്ടുള്ള ഒരു ട്രൈ ചെയ്യാൻ പോവാണ്.
അവിടെ കിടന്നൊരു കമ്പിൽ നമ്മൾ ജസ്റ്റ് ഒരു തോട്ടി പോലെയൊക്കെ കെട്ടി വെച്ചിട്ട് ഒന്ന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് അടുത്തെന്ന് തോന്നുമെങ്കിലും നമുക്ക് അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേ അത്ര പൂ ഭയങ്കര ദൂരെയാണെന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ചെയറാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ണനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഭയങ്കര ചെയറാണ്. അപ്പോൾ നമുക്ക് കൂടുതലും അങ്ങോട്ട് ഒരാളെ വിശ്വസിച്ച് അങ്ങോട്ട് ഇറക്കാനൊന്നും പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, കിച്ച് ഭയങ്കരമായിട്ട് കണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളത് പറിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നടക്കാനായിട്ട് ചാൻസസ് ഭയങ്കര കുറവായിരുന്നു. നമ്മുടെ തോട്ടിയും വലിയ കാര്യമായിട്ട് നമുക്ക് അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അത് ഒടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും നമുക്ക് താമരപ്പൂ പറിച്ചേ തീരുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി അവിടെ കൂടെ ചുറ്റി വരണം. നമ്മൾ വന്ന ഓൾറെഡി വഴി ഫുള്ള് ബാക്കിലേക്ക് തിരിച്ച് നടന്നിട്ട് പിന്നെ കറങ്ങി വരണം. ഈ ചാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്തേക്കൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇതിൽ കൂടെ നടന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സൈഡിൽ താമര കിട്ടാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് നടക്കുവാണ്. മഴ പെയ്തുകൊണ്ട് പാടത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവും നല്ലപോലെ, ചില ഭാഗത്ത് ചെളിയും ഉണ്ടാവും. അപ്പം ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വീണ് പോകാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. ഇതേപോലെ വരമ്പുണ്ടെന്നുണ്ടെങ്കിൽ വരമ്പിൽ കൂടെ നടക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ പാടത്ത് ഇറങ്ങാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, കാര്യം ചെളിയൊക്കെ പെട്ടെന്ന് ഉറയ്ക്കും. പക്ഷെ എന്നാലും മഴയൊക്കെ പെയ്തത് കൊണ്ടിട്ട് ചിലപ്പോൾ ചെളി പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ വാസുചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. പുള്ളി ആ സൈഡിൽ പുള്ളിയുടെ കണ്ടമുണ്ട് ഇവിടെ. ഇത് കാരി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. പുള്ളി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ കിട്ടിയത് അപ്പോൾ അവിടെ കുറച്ച് പേര് ചൂണ്ടിയിടാനിരിക്കുന്നുണ്ട്. ഇതേപോലെ നാടൻ പുഴമീനൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കണ്ടത്തിലിറങ്ങാത്ത 2-3 പേര് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ. ശരിക്കും ബുദ്ധിപരമായിട്ട് വരമ്പിൽ കൂടെ തന്നെയാണ് വരുന്നത്. അവർ ഇതേപോലെ കണ്ടത്തിലൊക്കെ കൂടെ ഇറങ്ങിയിട്ട് അവർ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ കണ്ണൻ ഓൾറെഡി മറ്റേ നമ്മുടെ തോട്ടിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് വരിക. അപ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ താമരയൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ചാലിൻ്റെ ആ ഒരു മത്സ്യസമ്പത്തും അതിലുണ്ടാകുന്ന ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് താമര ഉണ്ടാകുന്നത്. ഭംഗിയുണ്ടെങ്കിലും നമ്മുടെ നോർമലി ചാലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. വെള്ളം, പിന്നെ അതേപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന മീനുകൾ, അതൊക്കെ ഭയങ്കര കുറവാണിപ്പോൾ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, നമ്മൾ വിചാരിക്കും അത് താമര ഭയങ്കര അടുത്താണ് അപ്പുറത്തെ സൈഡിൽ നിന്നെങ്കിലും നമ്മളിപ്പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴേ ആ ഒരു പൊസിഷനിൽ എത്ര ദൂരത്തേക്കാണ് ആ താമര നീങ്ങിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് പറിക്കുവാണെങ്കിൽ മറ്റേ അരിവാളുള്ള തോട്ടി അങ്ങനെ എന്തെങ്കിലും മുറിക്കാൻ പറ്റിയ എന്തെങ്കിലും തോട്ടിയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ താമരപ്പൂ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പരിപാടി പതുക്കെ അങ്ങ് ഉപേക്ഷിച്ചു. പാടം എല്ലാ ദിവസവും 365 ദിവസം ഇവിടെ ലീവ് എടുത്ത് നിന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കും. കിച്ചു അങ്ങനെ പറഞ്ഞ കമൻ്റൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും എപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പാടത്തുനിന്ന് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി, കാര്യം നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് ഞാനൊരു സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്ന പോലെ അല്ല, വളരെ പഴക്കമുള്ളൊരു അമ്പലമാണ്. മാത്രമല്ല ഇവിടെയുള്ള ഒരു വിശ്വാസികളെല്ലാവരും ഈ അമ്പലത്തിലെ ഉത്സവത്തിലേക്ക് വരും. അതിൽ നമുക്ക് ആരും ഒരു ഇതില്ല കേട്ടോ, എല്ലാവരും വരും.
അപ്പോൾ അമ്പലത്തിലേക്ക് നമ്മൾ ഇത്ര നേരത്തെ എത്തിയത് കൊണ്ടിട്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിലും നമ്മുടെ ഞങ്ങളുടെ ഇവിടെ കൊച്ചിയിലുള്ള പോലെ ഭയങ്കര തിരക്ക് ഞാനവിടെ കണ്ടിട്ടില്ല. അവിടെ നോർമലി ഉള്ളൊരു ചെറിയ തിരക്കും കാര്യങ്ങളും, കുഞ്ഞമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചുറ്റമ്പലമൊക്കെ കാണാനായിട്ട് വളരെ രസമായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെയും ശ്രീകുട്ടീനെയും നമ്മൾ അവിടെ അമ്പലമൊക്കെ കാണിച്ച് ഇനി അപ്പാട്ട് ക്ഷേത്രം കാണിക്കാനാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അപ്പാട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കുളിക്കടവൊക്കെ ഉണ്ട്. അവിടെ ഈ ഫ്ലഡിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. ഇത്രയും ഭാഗം വരെ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന്. കാര്യം അടുത്ത് തന്നെ പുഴയുള്ളതുകൊണ്ട് പുഴയിലേക്കുള്ള കുളിക്കടവാണത്. അപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഈ രാമമംഗലം അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമമംഗലത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഇത്രയും നടക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു so much for watching. Like, share, subscribe.